ലിറ്റിൽ വിങ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആവശ്യമായ സാധനങ്ങൾ: സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, കുറച്ച് തേങ്ങക്കൊത്ത്, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല. അപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ടൊരു കടായി വെക്കുക, ചൂടാക്കി എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇവിടുത്തെ വെളിച്ചെണ്ണ തണുപ്പായതുകൊണ്ട് കട്ടിയായി പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഉരുകി വരുന്നത് കാണാം. ഉരുകി വന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആവശ്യമായ കടുക് ചേർത്ത് കൊടുക്കുക, കുറച്ച് ഉലുവ, പച്ചുലുവ ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് ജീരകം. എല്ലാം കുറേശ്ശെ മതി കേട്ടോ, ഒരു ചെറിയ ഫ്ലേവറൊക്കെ കിട്ടാനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങക്കൊത്ത് ചേർത്തിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം, മൂത്ത് പോകാൻ പാടില്ല. ചെറിയൊരു ഗോൾഡൻ കളറിൽ കിട്ടണം കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ചിക്കൻ കറിയുടെ ലെവൽ തന്നെ മാറും കേട്ടോ. ഇതിൽ ഞാൻ 2 പുതിയ ഐറ്റംസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കണ്ടെടുക്കാൻ പറ്റൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം സവാള ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഇപ്പോൾ ചേർക്കണ്ട, ഇതെന്തിനാണെന്ന് ഞാൻ പറയാവേ. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാവേ. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ. എൻ്റെ കൊച്ചുള്ളി തീർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ കൊച്ചുള്ളി ചേർക്കാതിരുന്നത്. പിന്നെ നമ്മൾ സവാള കുറച്ച് അല്പം ആദ്യം ചേർത്തത് എന്തിനാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമ്മുടെ പാത്രത്തിൻ്റെ ചുവട്ടിലൊന്നും പിടിക്കാതെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യമായ സവാള മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി അത് അവിടെ ഇരുന്നൊന്ന് വേകട്ടെ. അതിനായിട്ട് നമ്മൾ ഒരു അടപ്പ് വെച്ച് മൂടി വെക്കുക. അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി തക്കം നോക്കിയിട്ട് ഒരാൾ പാചകത്തിന് കയറിയിട്ടുണ്ട്. കാര്യമായിട്ട് നല്ല ഇളക്കൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അടുത്ത ആൾ അവിടെ ബക്കറ്റൊക്കെ ഇട്ടിട്ട് എന്തോ പരിപാടിയിലാണ്, സർക്കസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് മനോഹരമായൊരു കാഴ്ച കാണാം. ആരും കണ്ടില്ല. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ചിക്കൻ കഴുകിയ തക്കം നോക്കിയിട്ട് അടുത്ത പാചകക്കാരൻ കയറിയിട്ടുണ്ട്. കയറി ചെയ്ത് സാധനം കണ്ടു. ഇതിൽ കൂടെ ചവിട്ടിയിട്ടാണ് ഇവിടെ കയറിയിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അവിടെ അപ്പോൾ രീതി നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തവി തരുന്നില്ല, അവന് ഇളക്കണമെന്ന് വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ടൈമിൽ വേണം നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ചിക്കൻ കറിക്കൊക്കെ. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകപ്പൊടി ചേർക്കാം.
പിന്നെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നേ. ഇനി എരിവിനാവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ. എനിക്ക് 2 സ്പൂണ് മുളക് പൊടി ആവശ്യം. ഇവിടെ എരിവൊക്കെ അത്യാവശ്യം വേണം. പിന്നെ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ 2 സ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളുടെ ചിക്കൻ പീസസിലേക്കെല്ലാം നമ്മുടെ മസാല എല്ലാം എത്തത്തുള്ളൂ. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ച് മൂടി വെക്കുക. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ആവിയിൽ ഇരുന്നിട്ട് ഇതൊന്ന് പകുതി കുക്കായി കിട്ടുവേ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നമ്മൾ അടപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈയൊക്കെ നമ്മളുടെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ അടപ്പ് നമ്മൾ പൊക്കിയെടുക്കുമ്പോൾ ഒരു താഴോട്ട് ചരിച്ച് അങ്ങനെ രീതിയിൽ വേണം പൊക്കാൻ. മേലോട്ട് പൊക്കിയെടുക്കാൻ ശ്രമിക്കരുത്. ഇനി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടും. അതിനുശേഷം ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തതാണ്, അത് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എല്ലാ പീസസും അതിലേക്ക് മുക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും അടച്ച് വെക്കുക. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം, അടിക്കുന്നൊന്നും പിടിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഉടഞ്ഞു പോകാതെ പതിയെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചേർക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറ്റിക്കളയും. ഈ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ അല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിയും പഞ്ചസാരയും സ്കിപ്പ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് ചിക്കൻ കറി റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ലാസ്റ്റ് നമ്മളുടെ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ചൂടിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അത് ഉരുകി മാറും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങളിങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. പിന്നെ കൂടെ തന്നെ നമ്മളുടെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഒക്കെ തുടരെ കാണണേ. അതിനായിട്ട് നമ്മുടെ ബെല്ലൈക്കണും കൂടി അടിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരോടും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ. ബായ്.